ഓം സദ്ഗുരുവേ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ഓം തത്സത്. ജയ് ഗുരു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സുസ്വാഗതം. രോഗശമനത്തിനായിട്ട് വിവിധതരം മന്ത്രങ്ങൾ ഉണ്ട്. ഈ മന്ത്രങ്ങളുടെ ആവർത്തിച്ചുള്ള ജപം കൊണ്ട് രോഗത്തിന് വളരെയധികം ശമനം ഉണ്ടാവും എന്ന് മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ആവശ്യമായ ഊർജത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, രോഗശമനത്തിനായിട്ട് പ്രധാനമായിട്ടും മഹാവിഷ്ണുവിൻ്റെ തന്നെ അവതാരമായിട്ടുള്ള ശ്രീ ധന്വന്തരി മൂർത്തിയെ ഭജിക്കുക ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ്. അതിൽ ഇനി പറയാൻ പോകുന്ന ഓരോരോ മന്ത്രങ്ങൾ ദിവസവും നിത്യേന എന്നോണം മിനിമം ഒരു 9 തവണയെങ്കിലും ഈ മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ എത്ര കഠിനമായ രോഗം ആണെങ്കിൽ തന്നെയും അതിൽ നിന്നൊക്കെ ശമനം ലഭിക്കുന്നതാണ്. ഭക്തിയോടുകൂടി, ശുദ്ധിയോടെ, മനഃശുദ്ധിയോടെ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് ധ്യാനിച്ച് ഭക്തിയോടുകൂടി ഈ മന്ത്രങ്ങൾ ചൊല്ലുക. ഇതിനകത്ത് തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നാമത്രയം കൂടി ചേർത്തിട്ടുണ്ട്. അതായത് ഭഗവാന്റെ നാമത്രയം എന്താണെന്ന് അറിയാമല്ലോ. അച്യുത, അനന്ത, ഗോവിന്ദ എന്നീ 3 നാമങ്ങൾ ഉച്ചരിക്കുന്നത് വഴി തന്നെ അപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള ആശ്വാസം ലഭിക്കുന്നതാണ് എന്ന് പുരാണപ്രസിദ്ധമാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരി മൂർത്തയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ. രണ്ടാമത്തെ മന്ത്രം, ധന്വന്തരീമഹം വന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യഭാവേന രോഗമുക്ത ഭവേഞ്ജന. അടുത്ത മന്ത്രം, അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാത് നശ്യതി സകല രോഗ സത്യം സത്യം വദാമ്യഹം. അടുത്ത മന്ത്രം, അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ നാരായണാമൃത രോഗാന്മേ നാശയ ശേഷാൻ ആശു ധന്വന്തരേ ഹരേ. അടുത്ത മന്ത്രം, അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ ധന്വന്തരേ ഹരേ വാസുദേവാഖിലാനസ്യ രോഗാൻ നാശയ നാശയ. അടുത്ത മന്ത്രം, അച്യുതാനന്ദ ഗോവിന്ദ സച്ചിദാനന്ദ ശാശ്വത മച്ഛേദോ രമതാം നിത്യം ത്വച്ചാരു ചരണാംബുജേ. അടുത്തതായി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ചിട്ടുള്ള ശ്രീമൻ നാരായണീയത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു പദ്യമാണ്, ഒരു ശ്ലോകമാണ്. ഇത് ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥനയാണ്. ഈ ശ്ലോകം ജപിക്കുന്നതും വളരെ അത്യുത്തമമാണ്. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപ്പേ ത്വമിത്തമുദ്ധാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു. അപ്പോൾ ഇത്രയുമാണ് ഈ മന്ത്രങ്ങൾ. ഇത് ദിവസേന മിനിമം ഒരു 9 തവണയെങ്കിലും ചൊല്ലുക. മിനിമം അല്ല, എത്രയോ ആവർത്തി ജപിക്കാമോ അത്രയും നല്ലതാണ്. 108 ഒക്കെ ജപിക്കാവുന്നവർക്ക് അത്രയും നല്ലതാണ്. ഇത് ഭക്തിയോടുകൂടി ഭഗവാൻ ധന്വന്തരി മൂർത്തിയെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രദ്ധാഭക്തിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി ആത്മാർത്ഥമായിട്ട് തൻ്റെ രോഗങ്ങളെയൊക്കെ
ദൂരീകരിച്ച് തനിക്ക് പരിപൂർണ ആയുരാരോഗ്യ സൗഖ്യം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ചൊല്ലുക. തനിക്ക് വേണ്ടി മാത്രമല്ല, തൻ്റെ കുടുംബത്തിലുള്ള മറ്റാർക്കെങ്കിലും വേണ്ടിയാണെങ്കിൽ കൂടി അവർക്ക് വേണ്ടി അവരുടെ രോഗങ്ങളെയും ഒക്കെ ദൂരീകരിച്ച് അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുവാനായിട്ട് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതിയാവുന്നതാണ്. ഭഗവാൻ സർവ കാരുണ്യത്തിൻ്റെ കടലായിട്ടുള്ള ഭഗവാനെ ആശ്രയം പ്രാപിക്കുന്ന ഭക്തനെ യാതൊരു കാരണവശാലും കൈവിടാത്തതായിട്ടുള്ള ആ കാരുണ്യ സിന്ധുവായ ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ചാൽ പിന്നെ ആ ആൾക്ക് എന്തു തരം കഷ്ടപ്പാടാണുള്ളത്? യാതൊരുവിധ കഷ്ടപ്പാടും നേരിടുന്നതല്ല എന്നർത്ഥം. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ മന്ത്രങ്ങൾ കഴിയുന്നത്ര ജപിച്ച് ഭഗവാനെ ഉപാസന ചെയ്ത് അനുഗ്രഹീതരാവുക. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം തത്സൽ. ഓം നമോ നാരായണായ.